ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റികളും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠത്തിൻ്റെ പേരാണ് സാഫ് സഫായി മേ അവൽ ഗാവ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഹാം ഗാവ് വാലോം കി കോൺസി മനോദശ പ്രകട് ഹോത്തി ഹെ. ഇവിടെ ഗ്രാമവാസികളുടെ എന്തു മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ആൻസർ ഇതാണ്. गाँव की साफ सफाई किसी प्रकार के प्रशासन पर निर्भर नहीं है. गाँव की सफाई अपना कर्तव्य मानते हैं. ഗ്രാമത്തിൻ്റെ ശുചിത്വം അവിടുത്തെ ഭരണാധികാരികളല്ല ചെയ്യേണ്ടത്. ഗ്രാമത്തിൻ്റെ ശുചിത്വം നമ്മുടെ കർത്തവ്യമാണ്. അടുത്ത ചോദ്യം പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട്. जीवन में निरोग रहने के लिए सफाई के अलावा क्या क्या उपाय है? ജീവിതത്തിൽ രോഗം വരാതിരിക്കാൻ വൃത്തിയല്ലാതെ ശുചിത്വമല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആൻസർ നോക്കാം. സ്വച്ഛ് പാനി പീന ചാഹിയെ. നല്ല ശുദ്ധമായ വെള്ളം കുടിക്കണം. വ്യായാം കർണ ഹേ. നന്നായിട്ട് വ്യായാമം ചെയ്യണം. സമയപ്പർ സോന ചാഹിയെ. സമയത്തിന് ഉറങ്ങണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ എഴുതേണ്ടത്. അടുത്തത് मान ले मावलिनों के गाँव के पर्यटक आते हैं, वहाँ सूचना पट है, वह कैसा होगा? നമ്മുടെ ഈ മേഘാലയയിലെ ഈ മാവുലിംഗം എന്ന സ്ഥലത്തേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വയ്ക്കാവുന്ന ഒരു സൂചനാപട്ട്, അതായത് സൈൻ ബോർഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാഠത്തിൽ തന്നെ ഫസ്റ്റത്തെ പേജിൽ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാം, കണ്ടോ? അപ്പോൾ ഇതന്നെയാണ്, ഇതേപോലത്തെ സൈൻ ബോർഡാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാവുലിനോങ് ഏഷ്യാക്ക സബ്സെ സാഫ് സുഥര ഗാവ്. ഏഷ്യയിലെ ഏറ്റവും ഒന്നാമത്തെ വൃത്തിയുള്ള ഗ്രാമം. എന്നിട്ട് ധ്യാൻ ദേ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾക്ക് അവിടെ എന്തൊക്കെ കൊടുക്കാം? ഇവിടെ പ്ലാസ്റ്റിക് മത്ത് ഫേങ്കോ എന്ന് കൊടുക്കാം. അതുപോലെ ഗാവ് മേ ഗന്ദഗി നഹി ഫൈലാവോ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സൂചനാ ബോർഡുകൾ, കുറച്ച് സൈൻ ബോർഡുകൾ നമുക്കിവിടെ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ. പുനർചക്രൻ സെ പ്രകൃതി കാ ബോझ കം ഹോ ജാത്താ ഹെ. പുനർചക്രൻ അതായത് റീസൈക്ലിങ്, അതായത് പാഴ്വസ്തുക്കൾ വീണ്ടും പുനരുൽപ്പാദിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്ന് നമ്മുടെ ബോജ്, പ്രകൃതിയുടെ ആ വേസ്റ്റുകളൊക്കെ ഭാരം കുറയുന്നു. ചർച്ചാക്കാർക്ക് പുനർചക്രൻ കി സൂചി തയ്യാർ കരെ. ചർച്ച ചെയ്ത് ഇതുപോലെയുള്ള റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൂടെ കച്ചറോം സെ ഇസ്തേമാൽ കിയേ ഗയെ പ്ലാസ്റ്റിക് സെ. വേസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നേരെ ഖാദ് എന്നാണ് എഴുതിയേക്കുന്നത്, അതായത് വളം ഉണ്ടാക്കാം. അത്തരത്തിൽ വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? വേറെ അടുത്ത് നമുക്ക് എഴുതാം. അടുത്ത എക്സാമ്പിൾ കാഗസ്, കടലാസ് കൊണ്ട് കാഗസ് കി ഫൂൽ ജൈസെ സാമഗ്രി हम बना सकते हैं. നെക്സ്റ്റ് പ്ലാസ്റ്റിക് ബോത്തൽ സെ പൗധേ കാ ഗമല. ചെടിയുടെ എന്താ പറയുക, ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം. സൂക്കേ പത്തേസെ ഉണങ്ങിയ ഇലകൾ കൊണ്ട് ഖാദ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ ഖാദ്യ അവശിഷ്ടസെ, അതായത് നമ്മുടെ ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്നും ഖാദ് ഉൽപ്പാദിപ്പിക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് സാർത്ഥക് വാക്യ ബനായേ. ഇവിടെ സാഫ് സഫായി ഹമാരാ ദായിത്വ ഹേ, സ്വച്ഛ നഹി രഹേംഗെ തോ സ്വാസ്ഥ്യ നഹി ഹോംഗെ, തൻ ഹോ യാ മൻ ഹോ ഫായി ജറൂരി ഹേ. അപ്പോൾ അടുത്ത് നമുക്കിതുപോലെ എന്തൊക്കെ എഴുതാം? നമുക്കവിടെ സ്വച്ഛ് രഹേ സ്വാസ്ഥ്യ രഹോ പ്രകൃതി ഹം ഹേ എന്നൊക്കെ കൊടുക്കാം. അടുത്തത് നാരാഗീത് കോ ആകെ ബഡായേ. മുദ്രാവാക്യമാണ് കൊടുത്തിട്ടുള്ളത്. അത് ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. स्वच्छ रहो तुम स्वस्थ बनो, प्रकृति को तुम अपना लो, हरियाली का गीत रचो तुम, शुद्ध हवा को अपना लो. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലഗാവോ ലഗാവോ പേട് ലഗാവോ, അപ്പനാ ജീവൻ ബച്ചാവോ, ധർത്തി ബച്ചാവോ, സബ് ജീവോം കോ ബച്ചാവോ എന്ന് കൊടുക്കാം കേട്ടോ. ഇനി സന്ദേശ് വാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റർ ബനായേ. പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട് നല്ലൊരു പോസ്റ്ററാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് പോസ്റ്ററുകൾ ഇവിടെ പരിചയപ്പെടാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.